വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ പോലീസ് നടപടി കടുപ്പിക്കുന്നു. ഇടുക്കി രാജകുമാരിയിൽ മാരകശേഷിയുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായി 3 യുവാക്കൾ പിടിയിലായി. രാജകുമാരി ആവണക്കുംചാൽ സ്വദേശികളായ ശൗര്യമാക്കൽ ജോയൽ ജോർജ്, മാണിക്കൽ ആനന്ദ് സജീവ്, പാച്ചേലിൽ ജോയൽ ജോസ് എന്നിവരെയാണ് രാജക്കാട് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ പോലീസ് നടപടി കടുപ്പിക്കുകയാണ്. ഇടുക്കി രാജകുമാരിയിൽ മാരകശേഷിയുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായി 3 യുവാക്കൾ പിടിയിലായി. രാജകുമാരി ആവണക്കഞ്ചാൽ സ്വദേശികളായ ശൗര്യമാക്കൽ ജോയൽ ജോർജ്, മാണിക്കൽ ആനന്ദ്, സജീവ് പച്ചോലിൽ, ജോയൽ ജോസ് എന്നിവരെയാണ് രാജാക്കാട് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസ് നടത്തിവരുന്ന പ്രത്യേക തൂഫാൻ പരിശോധനയുടെ ഭാഗമായാണ് പ്രതികൾ വലയിലായത്. വ്യാഴാഴ്ച രാവിലെ ആവണക്കഞ്ചാൽ പാലത്തിന് സമീപം വെച്ചാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് തടഞ്ഞു നിർത്തി പോലീസ് പരിശോധന നടത്തിയത്. ബാംഗ്ലൂരുവിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരിച്ചെത്തിയ ജോയൽ ജോർജ് പൂപ്പാറയിൽ ബസ്സിറങ്ങുകയായിരുന്നു. തുടർന്ന് സുഹൃത്തുക്കളായ ആനന്ദും ജോയൽ ജോസും ചേർന്ന ജീപ്പിൽ ഇയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിലാണ് നാടകീയമായി പോലീസ് സംഘം ഇവരെ വളഞ്ഞത്. പ്രതികളെക്കുറിച്ച് പോലീസിന് മുൻകൂട്ടി രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ഇവരിൽ നിന്ന് 18.17 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തി. ബാംഗ്ലൂരിൽ നിന്നും 15,000 രൂപ നൽകിയാണ് ഇത് വാങ്ങിയതെന്ന് ജോയൽ പോലീസിനോട് സമ്മതിച്ചു. സ്വന്തം ആവശ്യത്തിനും ലഹരി ഉപയോഗിക്കുന്നതിനുമായി കൊണ്ടുവന്നതാണെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇവർ നൽകിയ മൊഴി. മൂവരും പതിവായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികൾക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുത്ത് പോലീസ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ ജാമ്യത്തിലയച്ചു. വരും ദിവസങ്ങളിലും ജില്ലയിൽ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി ലഹരി വിരുദ്ധ റെയ്ഡുകൾ കൂടുതൽ ശക്തമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജകുമാരി.